അപ്പം എൻ്റെ ഷോർട്സ് കണ്ടിട്ട് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളവരുടെ അടുത്ത് ആദ്യമേ ഒരു സോറി. ആ ഷോർട്സിൽ കുറെ മണ്ടത്തരം പറഞ്ഞു കിട്ടുന്നു. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്നാ ഇവൻ ആ ഷോർട്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു 10,000 വ്യൂസ് കിട്ടിയ ഷോർട്സ് അത് ആ മണ്ടത്തരം പറഞ്ഞ ഷോർട്സ് മാത്രം കയറി പോവുകയും ചെയ്തു. അതാണ് വേറെ തമാശ. അപ്പോ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ആ ഫോണിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. ആ വീഡിയോയിൽ ആ ഫോണിന്റെ പേര് വരെ ഞാൻ തെറ്റി പറഞ്ഞു. അപ്പൊ അതിനോട് സോറി ആദ്യം പറയാം. അപ്പൊ ഫോൺ വരുന്നത് Honor X90. കറക്റ്റ് തന്നെയാണ്. ഇപ്പൊ നേരത്തെ പോലെ തെറ്റുണ്ട്. ആ ഫോണിൽ ഞാൻ 9XD അതിന്റെ വെപ്രാളത്തിൽ 1 മിനിറ്റിലൊക്കെ തീർക്കണം എന്നുള്ള ഗതിയിലായിരുന്നു. അപ്പൊ അത് പെട്ടെന്നൊക്കെ തെറ്റിപ്പോയി കുറെ. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഫോണിനെ പറ്റിയിട്ട് പറയാം. Honor X90ക്ക് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസാണ് ഇതിനവര് പറയണത് മോസ്റ്റ് ഡ്യൂറബിൾ സ്മാർട്ട് ഫോൺ എന്നാണ്. പോരാതെ ഇത്രയും വലിയ ബാറ്ററിയും ഉള്ളൊരു ഫോണാണ് നമ്മുടെ Honor X90. എന്നുവെച്ചാൽ 8000 mAh ആണ് ഇതിനുള്ള ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ അതിലും കൂടുതലൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ 10,000 വെച്ചിട്ട് ഇത്രയും കട്ടിയിലൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സാധാ സ്മാർട്ട് ഫോണിൻ്റെ മറ്റേ ലുക്കിൽ 8000 mAh വെച്ച് വരുന്ന ബാറ്ററി ഞാൻ ആദ്യമായിട്ട് കാണുന്നു. പിന്നെ രണ്ടാമത്തെ ഈ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ഇവർ കുറേ നടത്തിയിട്ടുണ്ട്. IP68 69K ഉണ്ട്. അപ്പോൾ ഡ്യൂറബിലിറ്റിയിലൊക്കെ ഇവർ അടിപൊളിയാണ്. ഒരു ഇതും പറയാനില്ല. കാരണം ഇവർ നടത്താതെ ടെസ്റ്റ് ഇല്ല. മറ്റേ ഫയർ ഫോഴ്സിൻ്റെ ജെറ്റ് പോകുന്ന ടൈമിൽ ജെറ്റ് അടിച്ചിട്ടും പിന്നെ വലിയ ട്രക്ക് അതിൻ്റെ മുകളിൽ കയറ്റിയിട്ടൊക്കെ ഡ്യൂറബിലിറ്റി നടത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു യൂട്യൂബർ ഞാൻ കണ്ടത് 6 നിലയുടെ മുകളിൽ നിലത്തിക്കിട്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഡ്യൂറബിലിറ്റി കേസിൽ ഒന്നും പറയാനില്ല. ഇപ്പോൾ 4 കളേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളെല്ലാവരും കാണുന്നത് റെഡിഷ് ബ്രൗൺ കളറാണ്. അതൊരു മാറ്റ് ലെതർ ഫിനിഷാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ പൊട്ടിക്കുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സാധാരണഗതിയിൽ പെട്ടിക്കുള്ളിൽ നമുക്ക് ഈ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നമുക്ക് ചാർജർ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഫോൺ വരുന്നുണ്ട്, ഒരു പൗച്ച് വരുന്നുണ്ട്, ഒരു 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്, ഒരു A to C കേബിൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞ ബാറ്ററി ഇതിൻ്റെ ഏറ്റവും വലുതാണ്. 8300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അതും സിലിക്കൺ കാർബൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര കട്ട് ചെയ്യുന്ന ഫോണിൻ്റെ സാധാ ഒരു നോർമൽ ഫോണിൻ്റെ തിക്നെസ്സിൽ തന്നെ നമുക്ക് ഈ ഫോൺ കിട്ടും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഡിസ്പ്ലേ വരുന്നത് 6.79 ഇഞ്ച് 120 Hz AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ് അലുമിനോ സിലിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഗ്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് അത് പൊട്ടാത്തത്. അപ്പോൾ അത് എയറോസ്പേസിൽ അവർ ഉപയോഗിക്കുന്ന അടിപൊളി ഡ്യൂറബിലിറ്റിയുള്ള ഗ്ലാസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ബ്രൈറ്റ്നസ് വരുന്നത് 6000 nits പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് നിങ്ങൾ 6000 nits വെറുതെ നമുക്ക് ബ്രൈറ്റ്നസ് സ്ലൈഡറിൽ കിട്ടില്ല. സ്ലൈഡറിൽ കൂടെ 800 nits ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഓട്ടോ ബ്രൈറ്റ്നസ്സിൽ 1400 Hz കിട്ടും. ഈ 6000 nits കിട്ടുന്നത് ചില സിറ്റുവേഷൻസ് ആണ്. HDR കണ്ടന്റ്, സ്പെസിഫിക് ആയിട്ടുള്ള HDR കണ്ടന്റ് വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 6000 nits കിട്ടുക. അപ്പോൾ നമ്മളിതൊരു വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ടാണ് എല്ലാ കമ്പനി 6000 nits 5000 nits എന്നൊക്കെ നമുക്ക് നോർമൽ ഉപയോഗത്തിലൊന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ സാധാരണ ഓട്ടോ ബ്രൈറ്റ്നസ് ഇല്ലേ പുറത്തിറങ്ങുമ്പോൾ അതിന് 1400 nits ആണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് മറ്റേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അൾട്രാസോണിക് നമുക്ക് ഈ ബഡ്ജറ്റിൽ നമുക്ക് ആഗ്രഹിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചിപ്സെറ്റ് Snapdragon 6 Gen 4 ആണ്. അപ്പോൾ ഇത് ഞാൻ അതിൽ പഴയതാന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരം പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് കേൾക്കണ്ട. അപ്പോൾ ഇത് പുതിയ ചിപ്സെറ്റ് തന്നെയാണ്. ഇത് Snapdragon 7 Gen 3യുടെ അത്ര പെർഫോമൻസ് ഏകദേശം കിട്ടുന്ന ചിപ്സെറ്റാണ് ഇത്. പിന്നെ ഇതിന് നമ്മുടെ AnTuTu സ്കോറിൽ 1 മില്യൻ്റെ അടുത്തേക്ക് സ്കോറുണ്ട്. പിന്നെ ഗീക്ക് ബെഞ്ചിലായാലും ഈ Snapdragon 7 Gen 3യുടെ അത്ര ഏകദേശം പെർഫോമൻസ് ഇതിനും കിട്ടുന്നുണ്ട്. എക്സാക്ട് സെയിം അല്ല, ഒരു ലേശം അടുത്തേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 12 GB DDR4X RAM, UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട് 156 GB. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ കണക്ടിവിറ്റിയുടെ കേസിൽ വരുന്നത് ബ്ലൂടൂത്ത് 5.4ഉം Wi-Fi 6ഉം ആണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് CPU നമ്മൾ CPU ത്രോട്ടിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ PUBG കളിക്കുമ്പോൾ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് കുറേ നേരം കിട്ടണമല്ലോ, തുടക്കത്തിൽ മാത്രമല്ല. അപ്പോൾ ഇത് അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്. ഹീറ്റിങ്ങിൻ്റെ കേസായാലും ഒരുവിധം ഫോണൊക്കെ 40-ന് മുകളിൽ പോകും. ഇത് 37 തന്നെ നിന്നു. പിന്നെ അത്യാവശ്യം സ്റ്റേബിളായിട്ട് പെർഫോമൻസ് കിട്ടി. ആ ഗ്രാഫ് എപ്പോഴും പച്ചയിൽ തന്നെ നിന്നിട്ടുള്ളത് ഇതിൻ്റെ പെർഫോമൻസ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ക്യാമറ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ക്യാമറ വരുന്നത് 108 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും. അപ്പോൾ അൾട്രാ വൈഡ് 5 മെഗാപിക്സലിൽ നിങ്ങൾ അവിടെ ഇട്ടോ, അതിൽ കാര്യമില്ല. പിന്നെ 108 മെഗാപിക്സലിൽ നമുക്ക് അതിലാണ് സൂം ചെയ്തിട്ട് പോർട്രേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ പോർട്രേറ്റ്സ് ഒന്നും വലിയ കുഴപ്പമില്ല ഈ ബഡ്ജറ്റിന്. പക്ഷേ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ Poco F7 അല്ലെങ്കിൽ നമ്മുടെ IQ Neo 10 അല്ലെങ്കിൽ Realme 15 Pro അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വേറെ നോഡ് OnePlus നോഡ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറ കുറച്ച് പിന്നിലാണ്. അപ്പോൾ നിങ്ങൾ ക്യാമറ നോക്കണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഫോണുകളും കൂടി ഒന്ന് നോക്കിക്കോ. പിന്നെ ആവറേജ് ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോസും പോർട്രേറ്റ്സും കുഴപ്പമില്ല. നമുക്കിത് ഫ്ലാഗ്ഷിപ്പിൻ്റെ അടുത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്യാമറ വേണ്ടവർ ഇത് ഇപ്പോൾ 30,000 ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ്സ് ആപ്പിളോ നോക്കാൻ താല്പര്യം നോക്കാം. ഞാനാണെങ്കിൽ അതാണ് നോക്കാം. അല്ലെങ്കിൽ പുതിയ തന്നെ വേണമെങ്കിൽ ഈ iQൻ്റെയും OnePlus-ൻ്റെയും പിന്നെ ഈ റിയൽമിയുടെ ഒക്കെ നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. കാരണം ക്യാമറയാണ് നിങ്ങൾ കൂടുതൽ നോക്കണം വെച്ചാൽ.
പിന്നെ നമ്മുടെ ഇതിൽ സോഫ്റ്റ്വെയർ വരുന്നത് ആൻഡ്രോയിഡ് 16 ആണ്, 16 അല്ല. ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ 16 അപ്ഡേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നോക്കിയിട്ട് ഇത് എത്ര കൊല്ലത്തെ വരെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എനിക്ക് നോക്കാൻ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 അല്ലെങ്കിൽ 4, ചിലപ്പോൾ 2 ആവാനും ചാൻസ് ഉണ്ട്. ഞാൻ കുറേ നോക്കിയപ്പോൾ പല ആൻസേഴ്സ് കിട്ടിയത് കുറേ സൈറ്റിൽ നിന്ന്. അപ്പോൾ കറക്റ്റ് എത്രയാണ് സെക്യൂരിറ്റി അപ്ഡേഷനും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ തരിക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഒരു ഇതിലും AI പറ്റി സംസാരിക്കാറില്ല, കാരണം എനിക്കത് അത്ര വലിയ ഒരു ഇതായിട്ട് തോന്നാറില്ല. ഈ ബഡ്ജറ്റ് റേഞ്ചിലൊന്നും AI കൊണ്ട് വെറുതെ ഒരു പൊടി താഴ്ച വിടുന്ന പോലെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൽ കുറച്ച് അടിപൊളി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹോണറിൻ്റെ പ്രീമിയം സെറ്റുകളിൽ കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ AI ഫീച്ചേഴ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് AI ആയിട്ട് സബ് ടൈറ്റിൽസ് ഉണ്ടാക്കാൻ പറ്റും, AI ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ AI നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, പിന്നെ എഡിറ്റിങ്ങിൽ തന്നെ കുറച്ച് AI ഫീച്ചേഴ്സ് ഉണ്ട്, AI ഇറേസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാലോ കുറേ കണ്ടിട്ട് അതിനെ മാറ്റി കളയാം. പിന്നെ ഒബ്ജക്റ്റിനെ കട്ടൗട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി സ്ഥലം ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതിന് വേറെ എന്തോ പേരാണ് കേട്ടോ അവരിട്ടുള്ളത്. എന്തിടണം എന്നുവെച്ചാൽ നമ്മുടെ ഫോട്ടോ കുറച്ച് സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാം, അപ്പോൾ അവിടെ AI ആയിട്ട് ഫില്ലാവും. അപ്പോൾ AI കുറച്ച് ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഈ ഫോണൊക്കെ ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് നിങ്ങൾ തല്ലിപ്പൊളി യൂസറാണെങ്കിൽ എടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര റഫ് യൂസാണ്. അങ്ങനത്തെ ഉള്ളവർക്ക് ഇത് അടിപൊളിയായിരിക്കും, കാരണം അത്രയും ഡ്യൂറബിലിറ്റി ടെസ്റ്റ് അത്രയും വാട്ടർ പ്രൂഫ് ഒക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ പിന്നെ ഇതിൽ 6 മീറ്റർ വരെ നമുക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്ക് മോഡ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ് അങ്ങനെ റഫായിട്ട് ഉപയോഗിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് ഇപ്പോൾ ക്യാമറയിലും പെർഫോമൻസിലും ഇത് ഒരു പടി താഴെയാണ്. കാരണം ഇതായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പേര് ഞാൻ തോന്നുമല്ലോ, അവരൊക്കെ ആയിട്ട് ഇപ്പോൾ IQ Neo 10 അല്ലെങ്കിൽ Poco F7 ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പടി താഴെയാണ്. അതിലൊക്കെ സ്നാപ്ഡ്രാഗൺ 7 Gen 4 പിന്നെ 8s Gen 3 പ്രൊസസ്സർ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിലും കുറച്ച് ബെറ്ററാണ്. പിന്നെ ഇതിലെല്ലാതും ഒരു സ്റ്റേജ് പഴയതാണ്. വെച്ചാൽ UFS 3.1 ആണ്, 4.1 അല്ല സ്റ്റോറേജ്, DDR4X ആണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സ് എല്ലാത്തിലും പുതിയതാണെന്നല്ല പറയണത്, പക്ഷേ അതിൽ എന്തെങ്കിലുമൊക്കെ പുതിയതുണ്ടാവും, മനസ്സിലായി. ഇപ്പോൾ DDR5X ആവും ചിലതിൽ, അല്ലെങ്കിൽ 4.1 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ടാവും. ഇതിലൊക്കെ ഒരുപടി താഴെയാണ്. പിന്നെ Wi-Fi 6 ആണ് ഇതിൽ, ചിലതിൽ Wi-Fi 7 ഉണ്ട്, പിന്നെ Bluetooth 5.4 ആണ്. അങ്ങനത്തെ എല്ലാതും ആ കേസിലൊക്കെ ഒരുപടി താഴെയായിട്ടാണ് ഞാൻ കണ്ടത് ഈ ബഡ്ജറ്റിൽ. ബാക്കി ഞാൻ ബഡ്ജറ്റ് ഫോണിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആ ഫോണോട് നോക്കിയിട്ട് ഡ്യൂറബിലിറ്റി കേസിൽ എന്തായാലും ഇതിന് മുട്ടാൻ പറ്റില്ല, കാരണം അത്ര ഞാൻ ടെസ്റ്റ് നടത്തി 6 നിലയുടെ 6 നില 3 നില 6 നിലയും തെറ്റിപ്പോൾ നോക്കാം. 3 നിലയുടെ മുകളിൽ നിന്നൊക്കെ നിലത്തിട്ടിട്ട് ഒരു കുഴപ്പം പറ്റാതെ ഫോൺ കിട്ടണമെന്ന് വെച്ചാൽ ആലോചിക്കുക. അപ്പോൾ റഫ് യൂസേഴ്സിൻ്റെ എന്തായാലും കൺസിഡർ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ പെർഫോമൻസ് മോശമാണെന്നല്ല, ഇപ്പോൾ നിങ്ങൾക്ക് PUBG കളിക്കാനല്ല അത്ര സീനൊന്നുമില്ല. പക്ഷേ ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എനിക്ക് വേണം 2 മില്യൺ അന്തൂത്ത് സ്കോറുള്ള ഫോണുകളൊക്കെ ഉണ്ട് 30-35 റേഞ്ചിൽ. വില പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഈ 30,000 32,000 ഒക്കെയാണ് നോക്കിയപ്പോൾ കണ്ടത്. കറക്റ്റ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊന്നും ലോഞ്ച് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ കറക്റ്റ് എത്ര വരുന്നത് എനിക്കറിയില്ല, ഏകദേശം 35 താഴെ 30-35 ഇടയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പൈസയ്ക്കാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫോണുകളൊക്കെ. അപ്പോൾ നിങ്ങൾ ആ ബഡ്ജറ്റിൽ ബാക്കിയുള്ള ഫോണുകളോട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.